ഹലോ എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട്? എപ്പോഴും എന്നപോലെ ഇവിടെ ഉണ്ടാകാൻ സാധിച്ചതിൽ സന്തോഷം. ഇന്ന് നവംബർ 18 ചൊവ്വാഴ്ചയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും നല്ലൊരു വാരാന്ത്യം ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ ക്രിസ്മസ് മാർക്കറ്റുകളിലെ ജോലിയിലായിരുന്നു. വാരാന്ത്യത്തിൽ 2 നീണ്ട ഷിഫ്റ്റുകൾ എടുത്തു. ഇന്നലെ ഇവിടെ വരാൻ സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എന്റെ പുതിയ പേരക്കുട്ടിയെ കാണാൻ പോയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിവെച്ചു. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. എന്താണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? കൃത്യമായ പാതയിലും സമയക്രമത്തിലും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു പ്രയോഗമാണ്. അതായത്, വലിയൊരു ചിത്രം കാണുന്ന വ്യക്തിക്കോ കമ്പനിക്കോ അവർ ശരിയായ പാതയിലാണോ സമയക്രമം പാലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വിക്ടറി വിത്ത് ആഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായ പാതയിലും സമയക്രമത്തിലുമാണ് എന്ന് എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നമ്മുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ അങ്ങനെയായിരിക്കില്ല കാണുന്നത്. പക്ഷേ തിരശ്ശീലയ്ക്ക് പിന്നിൽ എല്ലാം പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും. എല്ലാം ശരിയായ ദിശയിലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം കൃത്യമായ പാതയിലാണ്, സമയക്രമത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഒരു തന്ത്രപരമായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പുറത്തിറക്കുമ്പോൾ കാത്തിരിപ്പ് ഒരുപാടുള്ളതായി തോന്നിയേക്കാം. കാരണം ഓൺബോർഡിംഗ് ഒരു നിയന്ത്രിത അന്തരീക്ഷത്തിൽ നടക്കണം. KYC വേം ഒരു നിയന്ത്രിത അന്തരീക്ഷത്തിൽ ചെയ്യണം. ഇവയെല്ലാം ഒത്തുചേരുമ്പോൾ പരമാവധി ആളുകളെ നിയന്ത്രിതമായി ഒരിടത്ത് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിക്ടറി വിത്ത് ആഷിൽ ഏറ്റവും ആദ്യം പ്രവേശിച്ചവരാണ് ട്രെയിനിംഗ് മൊഡ്യൂളുകൾ പോലുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ കാലം കാത്തിരിക്കുന്നത്. എന്നാൽ ഇത് നമ്മുടെ CEO-യുടെ വാഗ്ദാനത്തെയാണ് പ്രതിഫലിക്കുന്നത്. നല്ല സ്വഭാവമുള്ള ആരെയും ഒഴിവാക്കില്ല എന്നും എല്ലാവരും ഒരേ സമയം പരിശീലന പ്രക്രിയ ആരംഭിക്കുമെന്നും ഉള്ള വാഗ്ദാനമാണത്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് അകത്തുകടക്കാനുള്ള ഒരു മത്സരമല്ല എന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ആദ്യം എത്തുന്നയാൾ മറ്റൊരാളേക്കാൾ മുന്നിലായിരിക്കും എന്നൊന്നുമില്ല. അങ്ങനെയല്ല ഒരിക്കലും. നമുക്ക് വിവരങ്ങൾ കൈമാറാനും ആശയവിനിമയം നടത്താനും കഴിയുന്ന ഒരിടത്തേക്ക് ആളുകളെ ഓൺബോർഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ എല്ലാവരും ഒരേ സമയം തുടങ്ങും. വളരെ ലളിതമായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. തീർച്ചയായും ടെക് ടീമിനെ സംബന്ധിച്ച് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ വിക്ടറി വിത്ത് ആഷിൽ മറ്റൊന്നും നടക്കുന്നില്ല. എന്നാൽ കൃത്യമായ പാതയിലും സമയക്രമത്തിലും ആകുക എന്നത് ബിസിനസ്സുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒരു പ്രോജക്റ്റോ ടാസ്കോ അല്ലെങ്കിൽ ഒരു മുഴുവൻ പ്രവർത്തനമോ അവർ സ്വയം നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പ്ലാൻ ചെയ്തപോലെ പുരോഗമിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ സമയപരിധി എത്രയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും എല്ലാം നന്നായി നടക്കുന്നു, എല്ലാം ശരിയായ പാതയിലാണ്, അവർ നിശ്ചയിച്ച ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാം വളർത്തിയെടുക്കും എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിൽ നമ്മുടെ CEO വളരെ സന്തോഷവാനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ പാതയിൽ തുടരുന്നതിന് മുൻകൂട്ടിയുള്ള ആസൂത്രണം, പുരോഗതി നിരീക്ഷിക്കൽ, ബിസിനസ്സിന്റെ പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചുനിൽക്കുകയും പുരോഗതി കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് കൂടുതൽ ശ്രദ്ധിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. കൃത്യസമയത്ത് ടാസ്കുകൾ നൽകുന്നതിനായി സമയപരിധി നിശ്ചയിക്കുന്നതും ടാസ്കുകൾ ആസൂത്രണം ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും ഷെഡ്യൂളിംഗിൽ ഉൾപ്പെടുന്നു. ആ സമയക്രമം പാലിക്കുന്നതിനായി ചില മേഖലകളിൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും ചില മാറ്റങ്ങൾ വരുത്താനും ചിലപ്പോൾ ആവശ്യമായി വരും. കൂടാതെ പുരോഗതി നിരീക്ഷിക്കുന്നതും ട്രാക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് പാതയിൽ ഉറച്ചുനിൽക്കാൻ നിർണായകമാണ്. നിങ്ങളെ ട്രാക്കിൽ നിലനിർത്താൻ ബിസിനസ്സുകളിൽ വിവിധ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ, സ്ഥിരമായ അവലോകനങ്ങൾ, ചാർട്ടുകൾ എന്നിവയെല്ലാം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സമയക്രമത്തിന്റെ പുരോഗതി ട്രാക്ക് ചെയ്യാനും ഷെഡ്യൂളുകൾ കൃത്യസമയത്ത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇതെല്ലാം തിരശ്ശീലയ്ക്ക് പിന്നിൽ ചെയ്യും. ഇത് വളരെയധികം സഹായിക്കും. കാരണം ഇത് പ്ലാനിന്റെ യഥാർത്ഥ പുരോഗതിയെ നിലവിലെ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ സഹായിക്കുന്നു. നമ്മൾ ഷെഡ്യൂളിൽ എവിടെ എത്തി, നമ്മൾ ട്രാക്കിലാണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നെല്ലാം താരതമ്യം ചെയ്യാൻ സാധിക്കും. എന്താണ് ഷെഡ്യൂളെന്നും വലിയ പ്ലാൻ എന്താണെന്നും എനിക്കറിയില്ല. പക്ഷേ വിക്ടറി വിത്ത് ആഷിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം നേടാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരു സംഖ്യയാവാം, അല്ലെങ്കിൽ കാര്യക്ഷമതയാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റം ആവാം. ഇവയെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്.
ഇവയെല്ലാം മിക്ക ആളുകൾക്കും ഒരു നല്ല വാർത്തയാണ്. കാരണം ഈ സമയപരിധിയിൽ കൂടുതൽ ആളുകൾ ഓൺബോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആ ഘട്ടം വളരെ നന്നായി നടക്കുന്നു. ലിങ്ക് ലഭിച്ച ആളുകൾക്ക് വളരെ സുഗമമായി രജിസ്റ്റർ ചെയ്യാനും വെരിഫൈ ചെയ്യാനും KYC ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓൺബോർഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഉണ്ടായ ചില തടസ്സങ്ങൾ വലിയ അളവിൽ ആളുകൾ വന്നതുകൊണ്ടായിരുന്നു. അത് ഇപ്പോൾ ക്ലിയർ ചെയ്തു. ഇപ്പോൾ ഓൺബോർഡിംഗ് പ്രക്രിയ കൂടുതൽ നിയന്ത്രിതമായിട്ടുണ്ട്. ഈ പുരോഗതിയിൽ നമ്മുടെ CEO അതീവ സന്തുഷ്ടനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഓൺബോർഡിങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. ആർക്കെങ്കിലും ഇപ്പോഴും ഒരു ക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ സമീപിച്ച ഒരാളിൽ നിന്നാണെങ്കിലും മറ്റ് ആളുകളെ സമീപിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ക്ഷണിക്കുന്ന ആളും ക്ഷണം സ്വീകരിക്കുന്ന ആളും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. അങ്ങനെ നിങ്ങളുടെ സർക്കിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ശക്തമായ ബന്ധവും ധാരണയും വളർത്താൻ സാധിക്കും. ഇത് പ്രധാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. നമ്മൾ അളവിലല്ല ഗുണനിലവാരത്തിലാണ് ശ്രദ്ധിക്കുന്നത്. വെറുതെ പേര് ചേർക്കാൻ വരുന്ന 100 പേരേക്കാൾ കഠിനാധ്വാനികളായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2-3 ആളുകളുമായി പ്രവർത്തിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ബിസിനസ് അങ്ങനെയല്ല. ഈ ബിസിനസ് മോഡലിൻ നമ്മുടെ CEO ആഷ്മി ഫറയുടെ വലിയ, ധീരമായ, മനോഹരമായ, പങ്കുവയ്ക്കപ്പെട്ട സ്വപ്നമായ ഈ പുതിയ ബിസിനസ്സിന് നമ്മുടെ പരിശ്രമവും അർപ്പണബോധവും മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുകയും വേണം. ഇതൊരു പാസീവ് ഇൻകം അല്ല. ഇതൊരു പുതിയ ബിസിനസ്സാണ്. ഇതൊരു പുതിയ കാര്യമാണ്. ഈ പുതിയ ബിസിനസ്സിൽ വിജയിക്കുന്നതിനായി നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള വൈദഗ്ധ്യം വിക്ടറി വിത്ത് ആഷിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് വെറുതെ എണ്ണം കൂട്ടാതെ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അറിയാവുന്ന ഗുണനിലവാരമുള്ള ആളുകളെ നേടേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നത്. ഈ ആളുകളുമായി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ, അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ, അവർക്ക് സ്വയം മെച്ചപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, അത് നിങ്ങളുടെ സർക്കിളിലെ ഒരു നല്ല നേതാവാണ് നിങ്ങളെന്ന് കാണിക്കുന്നു. ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു നേതാവായി വളരുകയാണ് ഇതിലൂടെ. അപ്പോൾ കൃത്യമായ പാതയിലും സമയക്രമത്തിലും തുടരാൻ അവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, മിക്ക കമ്പനികൾക്കും മുൻഗണന നൽകേണ്ടതുണ്ട്. ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള കാര്യങ്ങൾ ആദ്യം തിരിച്ചറിയുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. സാധാരണയായി ബിസിനസ്സുകൾക്ക് അറിയാവുന്ന രീതികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ ജോലിഭാരം ഫലപ്രദമായി കൈകാര്യം ചെയ്യുക. ഇതൊരുതരം പുരോഗതി ട്രാക്കിംഗിന്റെ ഭാഗമാണ്. മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് മുൻഗണന നൽകേണ്ട കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ ഗേറ്റിലൂടെ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചെറിയ തടസ്സമുണ്ടായി. ഇത് ഇപ്പോൾ ക്ലിയർ ചെയ്തു. ഇപ്പോൾ ആളുകൾക്ക് വളരെ എളുപ്പത്തിലും കാര്യക്ഷമതയോടെയും ഓൺബോർഡ് ചെയ്യാൻ കഴിയും. അതായിരുന്നു മുൻഗണന നൽകേണ്ട കാര്യങ്ങളിലൊന്ന്. കൂടാതെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആസൂത്രണം, കൈവരിക്കാൻ കഴിയുന്ന സമയപരിധികൾ നിശ്ചയിക്കുക, അപ്രതീക്ഷിത തടസ്സങ്ങൾക്കായി സമയം നീക്കിവെക്കുക എന്നിവയെല്ലാം അമിത പ്രതീക്ഷയോടെയുള്ള കണക്കുകൂട്ടലുകളും ടീമിലുള്ളവരുടെ ക്ഷീണവും ഒഴിവാക്കാൻ സഹായിക്കുന്നു. നമ്മൾ കാര്യങ്ങൾ വേഗത്തിൽ പുരോഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ആളുകൾക്കും സ്വന്തം ജീവിതമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അവർക്ക് അവധി ദിവസങ്ങൾ, വിശ്രമ ദിവസങ്ങൾ, കുടുംബത്തോടൊപ്പം സമയം എന്നിവയെല്ലാം ആവശ്യമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ 24/7 പ്രവർത്തിക്കുന്നതായി തോന്നാമെങ്കിലും കാര്യങ്ങൾ 24/7 നടക്കുന്നുണ്ടെന്ന് അതിനർത്ഥമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മുടെ സമയപദ്ധതിയനുസരിച്ച് പോകുന്നില്ലെന്ന് തോന്നിയാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ടെക് ടീമിനോട് അല്പം വിട്ടുവീഴ്ച കാണിക്കേണ്ടതുണ്ട്. കൂടാതെ വ്യക്തമായ ആശയവിനിമയം, പുരോഗതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മളെ അറിയിക്കുന്നത്, കാലതാമസങ്ങൾ, തിരിച്ചുപിടിക്കാനുള്ള പ്ലാനുകൾ എന്നിവയെല്ലാം സുതാര്യത വളർത്താനും പ്രതീക്ഷകൾ കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് വിക്ടറി വിത്ത് ആഷിനുള്ളിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പരസ്യമായി സംസാരിക്കാൻ കഴിയില്ല. വിക്ടറി വിത്ത് ആഷിലുള്ളവർക്ക് അറിയാം, നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും പ്ലാറ്റ്ഫോമിനുള്ളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ ലഭിക്കുമെന്നും. കൂടാതെ ടൂളുകളും സോഫ്റ്റ്വെയറുകളും, ഏറ്റവും പുതിയ ഉപകരണങ്ങൾ, പ്ലാനർമാർ, പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നത് ആളുകളിലുള്ള ആശ്രിതത്വം കൈകാര്യം ചെയ്യാനും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ടീമിന്റെ കാര്യക്ഷമത ഏകോപിപ്പിക്കാനും പലപ്പോഴും സഹായിക്കുന്നു. അങ്ങനെ ഷെഡ്യൂളുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിലൂടെയും ബിസിനസ്സുകൾക്ക് ഷെഡ്യൂൾ കുറയ്ക്കാനും
കാര്യക്ഷമത മെച്ചപ്പെടുത്താനും നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ലക്ഷ്യങ്ങൾ നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും സാധിക്കും. ഞാനിത് കൊണ്ടുവന്നത് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ, നമ്മൾ കാണുന്നില്ലെങ്കിൽ, നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ CEO വിക്ടറി വിത്ത് ആഷുമായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കൃത്യമായ പാതയിലും സമയക്രമത്തിലുമാണ് എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ കാണാത്തതുകൊണ്ട് അവ സമയക്രമത്തിലല്ല എന്ന് നമ്മൾ കരുതരുത്. അങ്ങനെയല്ല. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവ കൃത്യമായ പാതയിലും സമയക്രമത്തിലുമാണ്. നവംബറിന്റെ ആദ്യ ദിവസം മുതൽ നമ്മൾ ഈ പാതയിലൂടെ പോകുമ്പോൾ കടന്നുപോകുന്ന ഓരോ ദിവസവും മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ചെറിയ തടസ്സങ്ങൾ പോലും പരിഹരിക്കുകയും സിസ്റ്റം കൂടുതൽ സ്ഥിരമാവുകയും ചെയ്യുന്നതുകൊണ്ട് മുഴുവൻ സിസ്റ്റവും കൂടുതൽ കാര്യക്ഷമമാവുകയാണ്. അതുകൊണ്ടാണ് എല്ലാം ശരിയാണെന്നും വിഷമിക്കേണ്ട കാര്യമില്ലെന്നും നമ്മൾ കൃത്യമായ പാതയിലാണെന്നും എല്ലാം സമയക്രമത്തിലാണെന്നും നമ്മൾ അറിയേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ വിക്ടറി വിത്ത് ആഷിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം പേരും അവിടെയെത്തും. അതിനുശേഷം നമുക്ക് പുറത്ത് കടങ്കഥകൾ സംസാരിക്കുന്നതിന് പകരം ആ പ്ലാറ്റ്ഫോമിനുള്ളിൽ ആശയവിനിമയം തുടങ്ങാൻ സാധിക്കും. എന്തായാലും ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രയുമാണ്. നാളെ തീർച്ചയായും ബുധനാഴ്ച ഞാൻ തിരിച്ചെത്തും. എന്തെങ്കിലും പ്രധാനപ്പെട്ടത് ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എനിക്ക് കഴിയുമെങ്കിൽ, എനിക്ക് അനുവാദമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കും. ഇന്ന് ഇത്രമാത്രം. ഇപ്പോൾ വിട. ഈ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സത്യസന്ധമായ വാർത്തകൾ വേഗത്തിൽ ലഭിക്കാൻ വിക്ടറി വിത്ത് ആഷ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക.